മരിച്ച അനന്തുവിന്റെ മരണത്തിൽ വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി UDF പ്രവർത്തകർ ഇന്ന് വഴിക്കടവ് KSB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. അതേപോലെ അനാസ്ഥ ആരോപിച്ച് വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDFും പ്രതിഷേധ മാർച്ച് നടത്തും എന്നൊരു വിവരം വരുന്നുണ്ട്. നമുക്കിപ്പം അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അംഗത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടിലേക്കൊക്കെ പോകുമ്പോൾ അതിനിടയിൽ ഇപ്പോഴിതാ വിവാദങ്ങളും കത്തിക്കയറുകയാണ്. അനന്തുവിന്റെ മരണം ഏറെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതിൽ സംഭവിച്ചത് എന്താണ്? വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ? ഇതെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോഴത്തെ LDFും UDFും മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിലമ്പൂരിലെ ഒരു പോർക്കളം ഇപ്പോൾ? നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ പന്നിക്ക് വെച്ച കെണിയിൽ ഒരു കുട്ടി മരിച്ചു എന്നുള്ള വിഷയം. ആ വിഷയത്തിൽ LDFും UDFും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇത് കരുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ ഇത് ഗൂഢാലോചന നടത്തിയുള്ള ഒരു കൊലപാതകം എന്നുള്ള തരത്തിലേക്ക് CPM ആരോപണം ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ വനമന്ത്രി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയാണ് UDF. ഇന്നിപ്പോൾ KSB ഓഫീസിലേക്ക് UDF മാർച്ച് നടത്തുമ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. UDFനാണ് പല പഞ്ചായത്തുകൾക്കാണ് ഈ പറയുന്ന കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അധികാരം സർക്കാർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ അധികാരം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഈ കെണികളൊക്കെ വെക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ആ വിഷയത്തെ ശക്തമായി ഉപയോഗിക്കുകയാണ് LDFും. അതും ശക്തമായി ഉയർത്തിക്കാട്ടുന്നു. എന്തായാലും ഈ വിഷയം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റ് പല വിഷയങ്ങളും ചർച്ച ചെയ്തു പോയിരുന്നുവെങ്കിൽ അൻവർ അടക്കം സജീവമായി ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്തു പോയ വിഷയമാണ്. എങ്കിൽ ഇപ്പോൾ അൻവറൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. UDFും LDFും നേരിൽ ഉള്ള പോര് എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വന്യജീവി ആക്രമണം കൂടി മാറുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇന്ന് മണ്ഡലത്തിലുണ്ട്. VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം മണ്ഡലത്തിലേക്ക് എത്തുന്നു. കെ സുധാകരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. അങ്ങനെയുള്ള നേതാക്കളെല്ലാം ആ മണ്ഡലത്തിലുണ്ട്. MV ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട CPM നേതാക്കളും മന്ത്രിമാരടക്കം റോഷി അഗസ്റ്റിനടക്കം ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാവരെയും ഇറക്കിയുള്ള കളി മണ്ഡലത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. അതിശക്തമായ പോരാട്ടം പോരാട്ടം കനക്കുകയാണ്. അനന്തുവിന്റെ മരണത്തിലടക്കം ഈ ഒരു രാഷ്ട്രീയ പോരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDFും UDFും ഒക്കെ ഇപ്പോൾ നേതാ പ്രതിഷേധത്തിനും പോവുകയാണ്, മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയാണ് എന്നുണ്ടെങ്കിലും ആ കുടുംബത്തിനുണ്ടായ വേദന, നഷ്ടം, അത് ഇതിനൊക്കെ മുകളിലാണ് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്.